ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ജഡ്ജിംഗ് പാനലിനെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ ഹരിശ്ചന്ദ്രൻ സർ. സാർ സ്വാഗതം. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ഇതൊരു ഷോ ആണല്ലോ. അപ്പോ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ യുവതലമുറ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ആവശ്യമുണ്ട് സാർ. ഇദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ദുശീലങ്ങളുമില്ല. പുകവലിയില്ല, മദ്യപാനമില്ല, കഞ്ചാവ് വലിക്കലില്ല. സാർ, നമുക്ക് അടുത്ത നമ്മുടെ ജഡ്ജിനെ പരിചയപ്പെടാം. നമുക്ക് സ്വാഗതം ചെയ്യാം. സാമൂഹിക പ്രവർത്തകനും നമ്മളുടെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യ സ്നേഹി കൂടിയാണ് ഇദ്ദേഹം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ പ്രിയങ്കരനായ ചപ്പു സാർ. സ്വാഗതം. അതെ, എന്നെ പേരെന്നാന്ന് പറഞ്ഞേ? ചപ്പു. ചപ്പു അല്ല, CH അപ്പു. എന്റെ ഇംഗ്ലീഷിലാ CH. സ്വാഗതം. ആ ചപ്പു എന്ന് തന്നെയാ നല്ലത്. എന്താ? വവ്വാല് ചപ്പു പോലുള്ള മുഖം. ഈ ചപ്പു എന്നുള്ള പേരാണ് ആപ്റ്റ്. സാറിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, എല്ലാവർക്കും അറിയാം. അത് വേണ്ടത് വേണ്ടേ? വേണ്ട വേണ്ട. അങ്ങനെയാണെങ്കിലേ നമ്മളുടെ ഈ ഷോ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ത്രീകളാണ്. അപ്പൊ സാറിന്റെ ഭാര്യയെ കുറിച്ച് അത് വേണ്ടെന്നേ. അതെന്താ? അവിടെ ശരിയല്ല, വേണ്ട. എന്നാ വേണ്ട. വേണ്ട. സാറിന്റെ അച്ഛനെ കുറിച്ച് വേണ്ട വേണ്ട, അച്ഛനെ കുറിച്ച് പറയണ്ട. ശരി, എന്നാ ഞാൻ പോവാ. എന്നെ വിളിച്ചു വരുത്തി പോവല്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരൊറ്റയൊരുത്തനില്ലയോ നല്ലത് പറയാൻ കുടുംബത്തെ? കുടുംബത്തെ നല്ലത് പറയാൻ ഒരൊറ്റയൊരുത്തനില്ലയോന്ന്? ബോംബെയിൽ 5 റിട്രീറ്റ് നടത്തുന്ന ആളാ ഞാൻ. ബാക്കിയിൽ കേട്ടായിരുന്നു. മുട്ടയിടാൻ പോവാണോ? ചിരിച്ചതല്ല, ഞാൻ കരഞ്ഞതാ. കരഞ്ഞതായിരുന്നോ? കരയാൻ ഇനിയും അവസരമുണ്ട്. നിങ്ങളെ കരയിച്ച് പണ്ടോറടങ്ങി റേറ്റിംഗ് കയറ്റിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് കേട്ടിട്ടോ? റേറ്റിംഗ് അല്ല, റേറ്റിംഗ്. അതെ, ഞങ്ങളുടെ ചാനലിന്റെ ഒരു ഭാഷയാണ്. അമ്പിളി അവിടെ ഇരിക്കും. എന്താ പേര്? അമ്പിളി പുരുഷൻ. അമ്പിളി പുരുഷനാണെന്നോ? നിങ്ങൾ എന്ത് വർത്താനോ വിടുമ്പോഴായി പറയുന്നത്? അമ്പിളി എങ്ങനെയാണ് പുരുഷനാകുന്നത്? എന്റെ പൊന്ന് സാറന്മാരെ, എന്റെ ഭർത്താവിന്റെ പേരാണ് പുരുഷൻ. ഭർത്താവിന്റെ പേരാണ് പുരുഷൻ. ഞാൻ കേട്ടായിരുന്നു. അമ്പിളിയെ കുറിച്ചൊന്ന് പറയും. എന്നെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അമ്പിളി പുരുഷൻ. വീടെന്ന് വെച്ചാൽ എന്റെ വീട് വിജനമായ ഒരു സ്ഥലത്താണ്. എന്റെ വീട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീട്. അവിടെ ഞാനും എന്റെ മക്കളും മാത്രമാണ് താമസിക്കുന്നത്. രാത്രി അതിക്രമിച്ച് ആരെങ്കിലും കേറിയാൽ പോലും ഒരു മനുഷ്യന് ചോദിക്കാനും പറയാനുമില്ല. സാർ ആ പോയിന്റ് ശ്രദ്ധിച്ചായിരുന്നോ? വിജനമായ ഒരു സ്ഥലത്ത് അമ്പിളിയും മക്കളും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരു അന്യ പുരുഷൻ ആ വീട്ടിനുള്ളിൽ കേറിയാൽ പോലും ആരും അറിയത്തില്ല. സാറിന് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ആദ്യം ഇത് പരാതിയാണോ അതോ ക്ഷണമാണോ എന്ന് എനിക്കൊരു തീരുമാനം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാം. അതൊക്കെ പോട്ടെ, എവിടെ ഈ വീട്? പഞ്ചായത്തിന്റെ അടുത്താ. ബാക്കി ഞാൻ പിടിച്ചോളാം. അമ്പിളി പറയൂ, എന്താണ് അമ്പിളിയുടെ പ്രശ്നം? ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി. ഡയറ്റിംഗ് ആണോ? അല്ല സാറേ, പട്ടിണിയാണ് സാറേ. പട്ടിണിയാണെന്നോ? അത് ഞാൻ കേട്ടായിരുന്നു. ബാക്കി പറഞ്ഞു. സാറേ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ 5 കുഞ്ഞുങ്ങളും ഞാനും കൂടെ ആ വീട്ടിൽ താമസിക്കുമ്പോഴേ അവര് വിശന്ന് കരയുമ്പോ മക്കളെ അവർക്കൊന്നും കൊടുക്കാനുണ്ടേലില്ല. ഞാനാണെങ്കിൽ അവിടെ മുക്കിലും മൂലയിലും ഒക്കെ തപ്പിപ്പെറുക്കി ഒരു ഇച്ചിരി അരി കിട്ടി. അത് ഞാൻ കഞ്ഞിയാക്കി വെച്ച് കഴിഞ്ഞ് എന്റെ കുഞ്ഞുങ്ങൾ കരച്ചിലോട് കരച്ചിൽ. ഞാൻ ഇങ്ങനെ ഇത് പ്രാർത്ഥിക്കുമോ, ദൈവമേ ഞാൻ എന്തോ ചെയ്യും. ആ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ആ കൊച്ചുങ്ങളങ്ങ് ഉറങ്ങിപ്പോയി. കഞ്ഞി ആകുന്ന സമയം കൊണ്ട് കുഞ്ഞുങ്ങളങ്ങ് ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിയ തക്കത്തിൽ ഞാൻ ആ കഞ്ഞി അങ്ങ് കുടിച്ചു.
കാറ്റടിച്ചാ തിരിച്ചടിക്കാൻ പാടില്ല. ഇതൊക്കെ എങ്ങനെ സഹിക്കും? 5 പിഞ്ചു കുഞ്ഞുങ്ങളമ്മ.